കേരളം ഔദ്യോഗികത്തിൽ നിന്ന് ചിത്രശലഭം ചോദിച്ചിട്ടുണ്ട്. ചിത്രശലഭം ഏതാണ്? ബുദ്ധമയൂരിയാണ് അല്ലെ, ബുദ്ധമയൂരിയാണ് സംസ്ഥാന ചിത്രശലഭം. ഹായ് എവ്രിവൺ, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 10th പ്രിലിംസിന്റെ സെക്കൻഡ് ഫേസ് കേരള ജോഗ്രഫി അനാലിസിസ് ആണ് ക്വസ്റ്റ്യൻസിന്റെ. സോ ഫസ്റ്റ് ഫേസ് ആണെങ്കിലും സെക്കൻഡ് ഫേസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിലും കേരള ജോഗ്രഫിയിൽ നിന്ന് ഏറ്റവും സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ബാക്കി സബ്ജക്ട്സ് ഒക്കെ ചിലതൊക്കെ കുറച്ച് ടഫായിട്ടും കുറച്ചൊക്കെ മോഡറേറ്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ സബ്ജക്റ്റിക്ക് വരികയാണെങ്കിൽ ദ ബെസ്റ്റ് സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഫസ്റ്റ് 2 ഫേസസിലും ചോദിച്ചിരിക്കുന്നത്. അത്രയും, അതായത് ഒരു കേരള ജോഗ്രഫി ബേസ് അറിയുന്ന ഒരാൾക്ക് 10 ഔട്ട് ഓഫ് 10 സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ പറയുന്ന എക്സാമിന്. അതും ഫസ്റ്റ് ഫേസിലാണെങ്കിലും സെക്കൻഡ് ഫേസിലാണെങ്കിലും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു പോയ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ പഠിച്ചതും നമ്മുടെ റിവിഷൻ ക്ലാസ്സിലും ലൈവിലും ഒക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് മാർക്ക്, അതായത് ആ 10 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് വന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. സോ നമുക്ക് എന്തായാലും സമയം കളയണ്ട, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ദ വെരി ബേസിക് ക്വസ്റ്റ്യൻ അല്ലെ. കായലുകൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലെ ഏറ്റവും സിമ്പിൾ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ വേമ്പനാട്ട് കായലാണ് അല്ലെ. ഓപ്ഷൻ ഡി, വേമ്പനാട്ട് കായലാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. അപ്പൊ ഞാൻ കഴിഞ്ഞ തവണ, അതായത് എനിക്ക് തോന്നുന്നു LGSന്റെ ആ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് ഈ പറയുന്ന ഒരു നെഹ്റു ട്രോഫി വള്ളംകളിയെ പറ്റിയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അപ്പൊ അത് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ പറയുന്ന വള്ളംകളികളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ തന്നെ ലൈവിൽ ഡിസ്കസ് ചെയ്യും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഈ സെക്കൻഡ് ഫേസ് എക്സാമിനും വന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് നമ്മുടെ വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടിക്കാണും, എല്ലാവരും ആ ഒരു മാർക്ക് സ്കോർ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ, കേരള ബേസിക് എന്ന് പറയുന്ന ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന കേരളത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള വൃക്ഷം, ചിത്രശലഭം, അതുപോലെ തന്നെ പഴം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ കുറച്ച് ഫാക്ട്സ് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബുദ്ധമയൂരി അല്ലെ. ബുദ്ധമയൂരിയാണ് കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം. ഇത് നമ്മൾ ക്ലാസ്സിലും പറഞ്ഞു പോയതാണ്, റിവിഷൻ സമയത്തും പറഞ്ഞു പോയതാണ് അല്ലെ. നോക്കിക്കേ, കേരളം ഔദ്യോഗികം എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുമ്പോൾ വൃക്ഷം നമ്മൾ പഠിക്കുന്നുണ്ട്, തെങ്ങാണ്. പുഷ്പം കണിക്കൊന്നയാണ്. അതുപോലെ പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. മൃഗം ആനയാണ്. ചിത്രശലഭം ബുദ്ധമയൂരിയാണ് എന്നുള്ളത് നമ്മൾ എടുത്ത് പറഞ്ഞു പഠിക്കുന്നുണ്ട് അല്ലെ. ബാക്കി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ചിത്രശലഭം നിങ്ങൾ ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ഔദ്യോഗിക ഫലം അല്ലെ, ഫലം ചക്കയാണ്. ഇതും കഴിഞ്ഞ LGSന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പഠിച്ചു പോയ കാര്യങ്ങളാണ്. കേരളം ഔദ്യോഗികത്തിൽ നിന്ന് ചിത്രശലഭം ചോദിച്ചിട്ടുണ്ട്. ചിത്രശലഭം ഏതാണ്? ബുദ്ധമയൂരിയാണ് അല്ലെ. ബുദ്ധമയൂരിയാണ് സംസ്ഥാന ചിത്രശലഭം. ഇനി കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? നമ്മൾ എപ്പോഴും പറയാറുണ്ട്, റിവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ജോഗ്രഫിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് റിവേഴ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലും ഇതുപോലെ, അല്ലെങ്കിൽ കഴിഞ്ഞ നമ്മുടെ എക്സാമിനും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണയും വളരെ സിമ്പിൾ ആണ്. കേരളത്തിൽ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദിയിലെ നമുക്കറിയാം മൊത്തം എത്ര നദികളുണ്ട്? 44 നദികളുണ്ട്. അതിൽ 41 എണ്ണം എങ്ങോട്ട് ഒഴുകുന്നു? പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. അതുപോലെ തന്നെ 3 എണ്ണം എങ്ങോട്ട് ഒഴുകുന്നു? കിഴക്കോട്ട് ഒഴുകുന്നു അല്ലെ. ആ 3 എണ്ണം ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാറ് അല്ലെ. ആ 3 എണ്ണം എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ആൻഡ് ദ സെയിം ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി, അത് നമ്മുടെ കബനിയാണ്. നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഇനി ഇരവിക്കുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം, ഇത് നമ്മൾ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്. നിങ്ങൾ ഈ പറയുന്ന നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ പഠിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? അവിടുത്തെ സംരക്ഷിത മൃഗത്തെ പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എപ്പോഴും പറയാറുണ്ട്. ആൻഡ് ഇരവിക്കുളമൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്.
ഇത്രത്തോളം തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇരവിക്കുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? അത് നമ്മുടെ വരയാടാണ് അല്ലെ. നീലഗിരി ട്രാഗസ് സൈലോക്രിസ് എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം വരുന്നത്. അപ്പൊ വരയാടാണ് നമ്മുടെ സംരക്ഷിത മൃഗം അല്ലെ. നോക്കിക്കേ, വംശനാശ ഭീഷണി നേരിടുന്ന വരയാടിനെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ 1975 ഇതൊരു വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടു. പോരാത്തതിന് അവിടെ ഒരു പ്രത്യേകത എന്താണ്? 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയും എന്താണ്? നമ്മുടെ ഈ പറയുന്ന ഇരവിക്കുളം ഭാഗത്തെ ഒരു പ്രത്യേകതയാണ് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഈ പറയുന്ന ബാക്കി വന്യജീവി സങ്കേതങ്ങളും നാഷണൽ പാർക്കിലെ എല്ലാം സംരക്ഷിത മൃഗം ഉണ്ടെങ്കിൽ അതിനെ പറ്റി പഠിക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദികളിൽ വീണ്ടും നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. തെക്കേ അറ്റത്ത്, വടക്കേ അറ്റത്ത്, നീളം കൂടിയത്, നീളം കുറഞ്ഞത്, അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് ഒഴുകുന്നത്, കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് ഒഴുകുന്നത്, ഇങ്ങനെ നമ്മൾ ഓരോ പോയിന്റ്സും പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു അല്ലെ. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നമ്മുടെ മഞ്ചേശ്വരം പുഴയാണ് അല്ലെ. ഏതാണ്? മഞ്ചേശ്വരം പുഴ. അപ്പൊ ഇൻ ദ സെയിം സെൻസ് നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഈ പറയുന്ന ടോപ്പിക്കുകളിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 16 കിലോമീറ്റർ നീളമുള്ള കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്ത് അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യൻ എക്സാക്ട്ലി നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ് അല്ലെ. അപ്പൊ ആ ഒരു മാർക്ക് എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ടാവും. ഇനി ഇത് നോക്കിക്കേ, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന് നമ്മുടെ എക്സാമിലെല്ലാം ഒരു ക്വസ്റ്റ്യൻ എന്തായാലും SCERT-യിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പൊ കേരള ജോഗ്രഫിയിൽ നിന്നാണെങ്കിലും ഇത് നമ്മുടെ SCERT-യിലാണ്. നമ്മൾ ലാസ്റ്റ് ഫേസിൽ നമ്മുടെ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ലാസ്റ്റ് നമ്മളൊരു റിവിഷൻ നടത്തിയിരുന്നു അല്ലെ. അതിൽ നമ്മൾ SCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സെക്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വെച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കർഷക ദിനം എന്നാണ്. നമ്മൾ SCERT-ത്തെ വിത്ത് പ്രൂഫ് നമ്മൾ എടുത്ത് പറഞ്ഞതാണ് അല്ലെ. ചിങ്ങം 1 കർഷക ദിനമാണ്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1-നാണ്. അത് നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞു. അത് നിങ്ങൾ ഓർത്തെഴുതി ആ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ആ ഒരു കാര്യം SCERT ബേസ്ഡ് ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്തതാണ്? നമ്മൾ പഠിച്ചു പോയതാണ് അല്ലെ. ഇനി കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു അല്ലെ, നാഫ്തയാണ്. ഒരേ ഒരു താപവൈദ്യുത നിലയമാണ് നമ്മുടെ നാഫ്ത ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ കായംകുളമാണ് അല്ലെ. നമ്മൾ ബോക്സ് വെച്ചിട്ടാണ് അത് പഠിച്ചത്. കായംകുളം, ഇന്ധനം നാഫ്ത, ജില്ല ആലപ്പുഴ. അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു എനർജി റിസോഴ്സസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്ന ഭാഗത്തിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കാറ്റിൽ നിന്നുള്ള ഊർജമാവട്ടെ, തിരമാലയാവട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ പല പല ഇന്ധനങ്ങൾ, അതുപോലെ ജലവൈദ്യുത പദ്ധതികൾ, ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്തയാണ് അല്ലെ. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. ഇത് നമ്മൾ റിവിഷൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു പോയൊരു പോയിന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വലുത് നീണ്ടകരയാണ് എന്നുള്ളത് അല്ലെ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകര. ഇതും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആ ഒരു LGS-ന് ആ ഒരു എക്സാമിന് ആ ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പറ്റിയിട്ട്, നമ്മുടെ വള്ളംകളികളെ പറ്റിയിട്ട് ഇൻ ഡീറ്റെയിൽ നമ്മൾ പഠിച്ചു പോയതാണ് അല്ലെ. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരായിരുന്നു? കാരിച്ചാൽ ചുണ്ടനാണ് എന്നുള്ളത് നമ്മൾ എടുത്ത് പറഞ്ഞു പോയ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കഴിഞ്ഞ സെക്കൻഡ് ഫേസിൽ വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വളരെ 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 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നെക്സ്റ്റ് ലെവലിലും നിങ്ങൾ ഈ ഒരു ടോപ്പിക്സ് ഒക്കെ തന്നെ ഫോക്കസ് ചെയ്ത് പോവുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. ചിലപ്പോൾ മേ ബി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് വീഡിയോ ആയിട്ട് കാണാം. സോ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.